ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു വ്ളോഗാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എൻ്റെ 5 അമ്മമാർ, അതായത് എൻ്റെ അമ്മയുടെ 4 സഹോദരിമാരടക്കം എൻ്റെ അമ്മയും 5 അമ്മമാർക്ക്, പിന്നെ പാപ്പന്മാരും വല്യച്ഛനും, അങ്ങനെ പറ്റുന്നവർക്കൊക്കെ ഓണക്കോടി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുള്ളതും പല പല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതും എൻ്റെ വല്യമ്മമാരും മേമ്മമാരും വല്യച്ഛനും പാപ്പന്മാരൊക്കെ തന്നെയാണ്. എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ കഴിഞ്ഞ വർഷം പോയ പോലെ തന്നെ മെഹന്തിയിലേക്കാണ് പോണത്. മെഹന്തിയിൽ ഇപ്രാവശ്യവും നല്ല ഡിസ്കൗണ്ട് സെയിലും ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് ഞാൻ മെഹന്തിയുടെ ഡിസൈനറായിട്ട് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെലക്ഷനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സും അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഫാമിലി ഷോപ്പിങ്ങിന് പറ്റിയ സ്പോട്ട് തന്നെയാണ് മെഹന്തി. മെഹന്തിയിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തായാലും ഒരു ഓണസദ്യ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. റനായ് ശ്രീകൃഷ്ണയിൽ നമ്മൾ സ്ഥിരം സദ്യ ഉണ്ടാകുന്ന പറയുന്നത് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ റനായിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ ഇത്തവണ റനായിൽ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തിരുന്നെന്ന് അറിഞ്ഞു. എന്താണ് റനായിൽ ഓണസദ്യക്ക് സ്പെഷ്യൽ എന്ന് നോക്കണം, അവിടെ പോയി ഉണ്ണണം. ഇത്തവണ 4 ഓണത്തിന് എൻ്റെ കസിൻ്റെ, അതായത് എൻ്റെ പാപ്പൻ്റെ മകൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ഓണവും കൂടാം കല്യാണം കൂടാന്നുള്ള ഉദ്ദേശത്തിലാണ് അനിയൻ വരുന്നത്. അനിയൻ 4-ാം തീയതി എത്തും. അനിയൻ എത്തിയതിന് ശേഷം അനിയൻ്റെ ഡ്രസ്സ് എടുക്കണ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും ഡ്രസ്സ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുന്നത്, അതാണ് വീഡിയോ ഇല്ലാഞ്ഞത്. ത്രോട്ട് ഇൻഫെക്ഷനും ചെസ്റ്റ് ഇൻഫെക്ഷനും പനിയും ജലദോഷവും അത് കഴിഞ്ഞ ഇടയിൽ പൊള്ളലേറ്റിട്ട് കാല് 2 പൊള്ളി, അങ്ങനെ മൊത്തത്തിൽ സീനായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എനിവേ, എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത്രയല്ലേ പറ്റുള്ളൂ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വീഡിയോ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇനി കൂടുതൽ വൈകിപ്പിക്കണില്ല. അമ്മയും ദീപോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു. അസുഖം ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് കിഷോറേട്ടൻ്റെ ഓട്ടോയിലാണ് ചാവക്കാടും ഗുരുവായൂരൊക്കെ പോണത്. മെഹന്തിയിൽ ഓണം സെയിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. സാരികൾക്കൊക്കെ 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അമ്മമാർക്കുള്ള സാരി സെലക്ട് ചെയ്യലാണ്. ഡിസ്കൗണ്ട് സാരികൾക്കായിട്ട് ഓഫർ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഈ 50% വരെ വിലക്കിഴിവ്. ഞങ്ങളുടെ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക, അത്ര തന്നെ. കൂടുതൽ സമയം കളയണ പരിപാടി ഒന്നുമില്ല. ഇതെത്ര പറഞ്ഞേ? 2350. അപ്പോൾ അതിൻ്റെ പകുതി വരുള്ളൂ അല്ലേ? ബ്ലൗസ് വരുന്നുണ്ടോ ഇങ്ങനെ റെഡിമെയ്ഡ്? റെഡെല്ലാം വാങ്ങിയിട്ട് ദീപോ അങ്ങനെ അമ്മമാർക്കും ദീപുവിനുള്ള സാരികളൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു വെച്ചു. ചന്ദ്രപാപ്പൻ ഇത്തവണ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഷർട്ട് വേണ്ട, തുണി മതിയെന്ന്. ചെറിയ കള്ളികളുണ്ട്. അതുകൊണ്ട് ആദ്യം പാപ്പനുള്ള തുണി തന്നെ നോക്കാന്ന് വിചാരിച്ചു. അത് കൊള്ളാം. ഇതിനാ 2 മേടിക്കണം, ഫ്രീ.
പാപ്പന്മാർക്കും വലിയച്ഛനുള്ള ഷർട്ടും മുണ്ടൊക്കെ എടുത്തു. പിന്നെ ഉപ്പൂനും അക്ഷയ്ക്കൊക്കെയുള്ള ഓണക്കോടികൾ നോക്കിയിരുന്നു. കഴിഞ്ഞ തവണത്തെ ഓണ ഷോപ്പിങ്ങിന് കുഞ്ഞിമേമ ഉണ്ടായിരുന്നു. ഇത്തവണ കുഞ്ഞേമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും ദീപും അമ്മ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്യണത്. കുറേ നേരം നോക്കിയാലേ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇന്ന് ഇതൊന്നും എടുത്ത് തീരാൻ പോണില്ല. അതുകൊണ്ട് പെട്ടെന്നാണ് ഞങ്ങളുടെ നോക്കലെടുക്കലൊക്കെ. കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ച് സമയമാണ് ഇത്തവണ സെലക്ഷൻ എടുത്തത്. അതിൻ്റെ പ്രധാന കാരണം എടുക്കണതൊക്കെ ഒരുവിധം ഞങ്ങൾക്ക് ഇഷ്ടമാവണോണ്ട് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻ ഇത്തവണ മെഹന്തിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അഫോർഡബിൾ റേറ്റ്സിന് പുറമെ ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകൾ മെഹന്തിയിൽ ഒരുക്കിയിട്ടുണ്ട്. ബൈ ടു ഗെറ്റ് വൺ, ലക്കി ഡ്രോ, അപ് ടു 20% ഓഫ്, ഫ്രീ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഫ്രീ ഷോപ്പിംഗ്, അങ്ങനെ പലതും. അങ്ങനെ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം വിഷുബ്രോനൊന്ന് വിളിച്ചു. പിന്നെ കൊച്ചു മുതലാളി നാസ്ബായിന്. വേറൊന്നല്ല, മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിയെടുക്കുക, അതന്നെ ഉദ്ദേശം. അങ്ങനെ ഓണക്കോടിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ റനായിലേക്ക് എത്തിയിരിക്കുകയാണ് ഓണസദ്യ കഴിക്കാൻ. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ ദിവസവും ഇവിടെ ഓണസദ്യ വിളമ്പുന്നുണ്ട്. സദ്യ വിളമ്പണത് ഫസ്റ്റ് ഫ്ലോറിലാണേ. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനും ദീപും അമ്മയും കിഷോറേട്ടനും കൂട്ടി ഫസ്റ്റ് ഫ്ലോറിലെത്തി. സദ്യയുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. 3 കൂട്ടം പായസം ഉൾപ്പെടെ 30ഓളം ഐറ്റംസ് ഉള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ഇവിടെ വിളമ്പണത്. വാഴയിലയിൽ കറികളെല്ലാം വിളമ്പിയതിന് ശേഷം മട്ട റൈസ് വന്നപ്പോൾ ദീപുവിന് വൈറ്റ് റൈസ് മതിയിത്രേ. കിഷോറേട്ടനും അമ്മയും മട്ട റൈസ് തന്നെയാണ് വിളമ്പിയത്. ഞാനും എന്തോ ഇന്ന് മട്ട റൈസ് കഴിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു. ചോറ് വിളമ്പി തൊട്ടു പുറകെ നെയ്യും പരിപ്പും വന്നു. സാമ്പാർ ഒഴിച്ചു. കായ വറുത്തത്, ശർക്കര ഉപ്പേരി, പാവയ്ക്ക കൊണ്ടാട്ടം, വടുകപ്പുളി അച്ചാറ്, പുളിഞ്ചി, മാങ്ങച്ചാറ്, അങ്ങനെ ഐറ്റംസ് ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇഞ്ചിത്തൈര്, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി അല്ലേ, ഇത് മസാലക്കറി, അവിയൽ, കൂട്ടുകറി, തോരൻ, ഇത് മറ്റേ സ്പെഷ്യൽ എല്ലാം കൂടിയിട്ടുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് ഞാൻ എണ്ണി വരും വിളിക്കും. അമ്മയും കിഷോറേട്ടനും ഉണ്ട് തുടങ്ങിയിട്ടാ. ദീപുവിന് പൊന്നി റൈസ് വിളമ്പുകയും ചെയ്തു. എനിക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ അമ്മയും ദീപും എന്നോടൊപ്പം തന്നെ ഭക്ഷണം വളരെ കുറവാണ് കഴിക്കുക. സത്യം പറഞ്ഞാൽ അസുഖം മാറിയിട്ട് ഇന്നിപ്പോൾ ഈ സദ്യയോട് കൂടിയാണ് ഞങ്ങൾ വീണ്ടും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങണത്. എങ്ങനെ ദീപം പ്രാവശ്യം സാമ്പാറിലാണ് തുടങ്ങുന്നത്. കുറച്ച് ദിവസമായിട്ട് പൊടിയരി കഞ്ഞിയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എല്ലാം മാറിയിട്ട് ഓണത്തിന് സദ്യ ഉണ്ണാന്നാണ് വിചാരിച്ചത്. എന്നാൽ വിചാരിച്ചതിനേക്കാൾ നേരത്തെ സദ്യ ഉണ്ണാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. ചോറ് വേണം. പതിവ് പോലെ എല്ലാ കറികളും വളരെ നന്നായിട്ടുണ്ടെന്നാണ് ദീപു പറയണേ. ദീപു രണ്ടാമത് ചോറിട്ടിട്ട് പുളിശ്ശേരിയൊക്കെ വിളമ്പി നല്ല ഉഗ്രനായിട്ടെന്നാണ് പറയണേ. ദീപു പുളിശ്ശേരിയാണ് വിളമ്പിയെങ്കിൽ അമ്മ ഇവിടെ രസം വരെ ഒഴിച്ചു. പാകത്തിന് എരിവും മസാലയൊക്കെ ആയിട്ട് ഇളം ചൂടുള്ള രസം. അതിങ്ങനെ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖ. രസം ഒഴിച്ച ചോറിലേക്ക് കുറച്ച് കൂട്ടുകറി അങ്ങോട്ട് എടുത്ത് വിതറി. ഇതുപോലെ അവിയലും തോരനും എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചിരുന്നു കേട്ടാ. സദ്യ ഉണ്ണ ആവേശത്തിലേ ചിലതൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് ഓരോ ഐറ്റംസും. ചേച്ചിമാരാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കണമുണ്ട്. ആസ് യൂഷ്വൽ ദീപു രണ്ടാമത് പപ്പടവും കിഷോറേട്ടൻ കൂട്ടുകറിയും വാങ്ങി. അമ്മയ്ക്ക് സദ്യ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ചെറു പുഞ്ചിരിയോടെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ണു. പുളിശ്ശേരി ദീപുവിൻ്റെ തൊട്ട് പുറകെ ഞാനും പുളിശ്ശേരിയും പപ്പടവും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോഴേക്കും നമ്മുടെ 3 പായസം എത്തിയിട്ടാ. പാലട, പരിപ്പ്, ചക്കപ്പായസം. ഇവിടുത്തെ സദ്യയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുള്ള ഈ ഒരു ഐറ്റം കിഷോറേട്ടനും വലിയ ഇഷ്ടമായി. അടുത്തത് പൈനാപ്പിൾ പച്ചടിയാണ്, നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. അതും ഒരു കഷ്ണം പപ്പടവും കൂടി വെച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോഴാണ് ദീപു പറഞ്ഞത്, എൻ്റെ ഇലയിലിരിക്കുന്ന ബാക്കി പപ്പടം അവൾക്ക് വേണമെന്ന്. പപ്പടം ദീപുവിന് കൊടുത്തിട്ട് ഞാൻ മോരിലേക്ക് കടന്നു. കാന്താരിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അസല് മോരായിരുന്നു. 2 തവണ വാങ്ങി അങ്ങോട്ട് കുടിച്ചു. പനി മാറി വരുന്നല്ലോ, കപ്പാസിറ്റി മഴ കിട്ടണില്ലേ. പനി പിടിച്ച് കിടപ്പായിരുന്നു ഒരാഴ്ചയായിട്ട്.
വന്ദേ ഭാരതമായിട്ടുള്ള എൻ്റെ അമ്മ ചക്കപ്പായസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ചക്കപ്പായസവും പരിപ്പുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കിഷോറേട്ടൻ ആദ്യമായിട്ടാണ് ചക്കപ്പായസം കഴിക്കണേ. അമ്മ അങ്ങനെ കളിക്കണ്ട. കിഷോർ ഇവിടുത്തെ ചക്കപ്പായസം അടിപൊളിയാണ്. പരിപ്പൊടി ഉള്ളുണ്ട്. അമ്മയ്ക്ക് ഏതായാലും വേണം ചക്കപ്പായസം വേണം. ഇനിയിപ്പോൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ദീപുവിന് ചക്കപ്പായസം പരിപ്പൊന്നും ഇഷ്ടമല്ല. ദീപു ഒരു പാലട പ്രേമിയാണ്. അതുകൊണ്ട് അമ്മയുടെ പാലട വാങ്ങിയിട്ട് ദീപുവിൻ്റെ ചക്കപ്പായസം അമ്മയ്ക്ക് കൊടുത്തു. നിങ്ങൾക്കറിയാലോ പാലട എനിക്ക് പെട്ടെന്ന് മട്ടുന്നു. അതുകൊണ്ട് എൻ്റെ പാലട കൂടി ദീപുവിന് കൊടുത്തു. അങ്ങനെ 3 പാലട പായസം ഒറ്റയടിക്ക് ദീപു അങ്ങോട്ട് കഴിച്ചു തീർത്തു. എങ്ങനെയുണ്ട് സദ്യ? പായസം ഏറ്റവും സൂപ്പർ, ഏറ്റവും ഇഷ്ടമായിരുന്നു. ഇതുവരെ കഴിക്കാത്തൊരു സാധനമല്ല, അത് കാരണം പ്രത്യേകത. ദീപു കണ്ടില്ലേ 3 പാലട കുടിച്ചേ. പായസം കഴിക്കട്ടെ. ചക്കപ്പായസം വേണമെങ്കിൽ വേണമെങ്കിൽ 1 ലിറ്റർ മേടിക്കട്ടെ. വായി പറയാൻ മറന്നുപോയി. ശരിട്ടാ. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യ കഴിച്ച് സംതൃപ്തിയോടെ ഞങ്ങൾ റെനായിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തം മുതൽ ഇവിടെ ഓണസദ്യ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരുവോണം വരെ തുടരും. 30ഓളം വിഭവങ്ങളുള്ള ഈ സദ്യക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ 450 രൂപയും ടേക്ക് അവേ ആണെങ്കിൽ 550 രൂപയാണ് ചാർജ് ചെയ്യണത്. അതോടൊപ്പം ഇവിടെ ഒരു പായസമേള നടക്കുന്നുണ്ട്. 300 + GST ആണ് 1 ലിറ്റർ പായസത്തിന് ചാർജ് ചെയ്യണത്. ഇന്നൊരു മഴ ദിവസമായിരുന്നെങ്കിലും തടസ്സങ്ങളൊന്നും കൂടാതെ വിചാരിച്ച പോലെ എല്ലാ ഓണക്കോടിയും മെഹന്തിന്ന് ഭംഗിയായിട്ട് പർച്ചേസ് ചെയ്യാനും നല്ലൊരു ഓണസദ്യ കഴിക്കാനും പറ്റി. ഇനി നമ്മുടെ അമ്മമാർക്കും പാപ്പന്മാർക്കും വലിയനും എല്ലാവർക്കും ഓണക്കോടി കൊണ്ടു കൊടുക്കണം. അത് മറ്റൊരു ദിവസമാവട്ടെ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ ശബ്ദത്തിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.